നമസ്കാരം സർ. സർ, ഇന്ന് ആനുകാലികത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന മാറി മറിയുന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് തന്നെയാണ്. വാക്കുകൊണ്ടും അതുപോലെ തന്നെ ഈ ശക്തമായ നിലപാട് കൊണ്ടും യുദ്ധം ഇപ്പോൾ ആ ഒരു ഗതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഒരു ട്വീറ്റാണ് അതിന് ആധാരമായി പറയുന്നത്. ഒപ്പം അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി നമ്മൾ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കതിൽ വ്യക്തമാകുന്നത് ലബനിൽ നിന്ന് ഒരു ആക്രമണം ചെറിയ തോതിലെങ്കിലും 20 മിസൈലുകൾ അയക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. ഒന്നും അങ്ങനെ പെട്ടതൊന്നും അടങ്ങുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണോ ഇത്? തീർച്ചയായിട്ടും ഞങ്ങൾ വിട്ടുതരില്ല എന്നുള്ള നിലപാടാണ് ഹിസ്ബുള്ളയും ഇറാനും സ്വീകരിക്കുന്നത്. നിങ്ങൾ നാട്ടുകാർക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അടിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് ഖമനേയും ഭരണകൂടവും മാറുകയാണ്. അപ്പൊ ചെറിയ തോതിലെങ്കിലും ഞങ്ങൾ അടിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് എന്നുള്ള ഒരു സൂചനയും ആയിരിക്കാം ഒരുപക്ഷെ ഈ ചെറിയ ഒരു ആക്രമണത്തിലൂടെ കൊടുക്കുന്നത്. പക്ഷേ വിഷയം ഇവിടെ അതല്ല. എന്തിനാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനൊരു സന്ദേശവുമായി നെതന്യാഹു രംഗത്ത് വന്നത് എന്നുള്ളതാണ് ലോകം ശ്രദ്ധിക്കുന്നത്. അതിന് പ്രധാനമായ 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ചിലപ്പോൾ ഇത് അറിയാത്ത ജനങ്ങൾ പ്രേക്ഷകരുണ്ടാകുമല്ലോ, അപ്പൊ നമുക്ക് അതൊന്ന് പറഞ്ഞു പോകാം. ഇന്ന് ആണ് ഇറാൻ ഭാഷയിൽ ഇറാൻ ജനതയോട് നെതന്യാഹു ഇത്തരത്തിലൊരു ട്വീറ്റ് ഇട്ടിരുന്നു. ആ ട്വീറ്റിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതൊരു വീഡിയോ മെസ്സേജാണ്. അതെ. പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷിൽ ആ വീഡിയോ മെസ്സേജ് 2ാമത് കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അതിന് ആ മെസ്സേജ് കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 2 ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, ഇദ്ദേഹം പറയുന്നുണ്ട് I will destroy your economy. Iran will cripple with its economy എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് വലിയൊരു സൂചനയാണ്. നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഞാൻ മുച്ചൂട് മുടിക്കും. ഞാനെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ. എന്തിനാണ് അങ്ങനെ ഒരു ഇപ്പോഴൊരു അഭിപ്രായം പറയേണ്ടി വന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു രാജ്യത്തെ ഈ ആളുകളെ കൊല്ലുന്നതിന് പകരം ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? ആ രാജ്യത്തിന്റെ സാമ്പത്തികമായ റിസോഴ്സുകൾ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അതാണ് അദ്ദേഹം ഒരു കാരണം പറയുന്നത്. 2, ഈ സന്ദേശത്തിൽ കൂടെ പുള്ളി ഉദ്ദേശിക്കുന്നത് ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്തലോ പേടിപ്പിക്കലൊന്നുമല്ല, മറിച്ച് ഇറാനിയൻ ജനതയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റാണ്. അതായത് നിങ്ങൾ വലിയ തോതിൽ നിങ്ങളുടെ ഭരണകൂടം നിങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും. എന്നാൽ ചെയ്യുന്ന യുദ്ധത്തിനൊന്നും പ്രയോജനം ഉണ്ടാവുന്നില്ല. വളരെ ദയനീയമായി നിങ്ങളുടെ രാജ്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനാണ് നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഈ ധനം ഇത്തരത്തിൽ പാഴാക്കുന്നത്? അങ്ങനെ 2 കാരണങ്ങളാണ് അദ്ദേഹം ഈ മെസ്സേജ് കൊടുക്കുന്നത്. അങ്ങനെ അപ്പൊ വരുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ ജനതയിലേക്ക് ഈ ഒരു വീഡിയോ സന്ദേശം എത്തുകയാണ്. അങ്ങനെ ആ വീഡിയോ സന്ദേശം എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്ട് സത്യത്തിൽ ഖമനേയി ഭയക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഖമനേയി ഭയക്കേണ്ടതാണ്. പക്ഷെ ഖമനേയി അങ്ങനെ ഭയക്കില്ല. കാരണം അദ്ദേഹം അവിടുത്തെ ആത്മീയ ആചാര്യനാണ്. ഇസ്ലാമിക ഭരണം നിൽക്കുന്ന രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ ഭടന്മാർ, അതായത് ഈ എവിടെയാണോ ഇസ്ലാമിക നിയമം ലംഘിക്കപ്പെടുന്നത് അത് നിയന്ത്രിക്കാനുള്ള ഭടന്മാർ എല്ലാ തെരുവുകളിലും അവർ വിന്യസിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരിടപെടും, അത് ചെയ്തു. പക്ഷേ ഈ ഖമനേയി ഭയക്കുന്നത് ഇതല്ല. ഈ ഇങ്ങനെ ഈ പൗരന്മാരെ പറഞ്ഞ് തെറ്റിദ്ധരിച്ച് മാറ്റും എന്നുള്ളതല്ല. അദ്ദേഹം ഭയപ്പെടുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് എന്റെ പിന്നാലെ ഇവരുടെ ആയുധങ്ങൾ വരുന്നത് എന്നുള്ള ഭയമാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത്. കാരണം ഒരുപാട് സംഭവങ്ങൾ നേരത്തെ നടന്നതാണ്. പല ഇവരുടെ ഭീകര നേതാക്കളെയും നേരത്തെ കൊല്ലുകയും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് വകവരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭീതി ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഖമനേയിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇസ്രായേല് ഞങ്ങളുടെ മേലെ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഒരുപക്ഷെ ഖമനേയി കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇറാൻ നിസ്സഹായമാവും. നിയന്ത്രിക്കാൻ ആളില്ല.
അതിന്റെ കൂടിയുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അതിന്റെ കൂടി മുന്നോടിയായിട്ടാണോ ഈ നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഉണ്ടല്ലോ, ഇസ്രായേൽ ജനതയെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇറാൻ ജനതയെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തരാമെന്ന് പറയുന്ന ഘട്ടത്തിൽ ഈ ഖമനയുടെ മരണം സംഭവിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടേക്ക് സഹായം നൽകുകയും അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. കാരണം മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാന്റെ പ്രതിപക്ഷ നേതാവ് ഈ യുദ്ധം ഏതാണ്ട് ഇറാനിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ്, നേരത്തെ ഗാസയുമായി യുദ്ധം നടന്ന സമയത്ത്, ഹിസ്ബുള്ള അറ്റാക്ക് ആരംഭിച്ച സമയത്ത് അന്ന് ഇദ്ദേഹം ഒരു വീഡിയോ മെസ്സേജ് കൊടുത്തിരുന്നു ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, പിന്നെ ഈ ഇസ്ലാമിക ഭരണം അവസാനിപ്പിച്ച് എനിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജനാധിപത്യ സംവിധാനത്തിൽ ഇറാൻ ഭരണകൂടം നയിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരു അഭിപ്രായം മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പൊ അത് വലിയൊരു സൂചനയാണ്. സൂചന എന്ന് മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളുടെ മനസ്സും കൂടിയാണ്. കാരണം എത്ര കാലം ഇങ്ങനെ ഈ അടിമത്തത്തിൽ, അക്ഷരാർത്ഥത്തിന് അടിമത്തം എന്ന് തന്നെ പറയണം. കാരണം നിങ്ങളുടെ ഒരു എന്താ പറയാ പൗരാവകാശവും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ആൾമോസ്റ്റ് ഒരു തടവിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മുഖം കാണിക്കാൻ പോലും പറ്റാത്ത, നെതന്യാഹു പറഞ്ഞത്, നിങ്ങളുടെ മുഖം പോലും കാണിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? വീർപ്പൂട്ടി കഴിയുന്നവർ പ്രതികരിക്കും. അവരുടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആ പൊട്ടിത്തെറിക്ക് ഊർജം നൽകുന്ന തരത്തിലാണ് നമ്മുടെ നെതന്യാഹു ഈ വീഡിയോ സന്ദേശത്തിൽ കൂടി ഇറാൻ ജനതയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇറാനും ഇസ്രായേലും ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങൾക്കും പുരോഗതി ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പും അങ്ങനെ ആയിരുന്നു. ഇറാനും ഇസ്രായേലുമായിട്ടൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഹിസ്ബുള്ളയൊക്കെ ഉദയം ചെയ്യുന്നതിന് മുമ്പ് നല്ല ട്രേഡ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ഇറാനും പിന്നെ ഇസ്രായേലുമായിട്ട് നിരന്തരമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇറാഖിൻ യുദ്ധം നടന്നപ്പോൾ ഇസ്രായേൽ കൂടുതലും സപ്പോർട്ട് ചെയ്ത് ഇറാനെയാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കീപ്പ് ചെയ്ത് പോകുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഇസ്ലാമിക ഭരണം വന്നതിന് ശേഷമാണ് ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ ഹിസ്ബുള്ള വലിയ തോതിൽ ഈ ഹിസ്ബുള്ളയും ഹമാസും ഇറാനെ ഒരു ഒളിവ് കേന്ദ്രമാക്കി അവർ മാറ്റിയതോടുകൂടിയാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവും. അപ്പോൾ നെതന്യാഹു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണ്, ഈ ഇറാനുമായിട്ട് നമുക്ക് നിരന്തരമായ ഒരു പ്രശ്നം. കാരണം അദ്ദേഹത്തിന്റെയും താല്പര്യങ്ങളുണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട്. വലിയ വേറെ ഇതിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനേക്കാളേറെ തൊട്ടടുത്ത രാജ്യത്താകുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷനിലും മറ്റേ ഒരുപാട് ലാഭത്തിനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇറാൻ നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇസ്രായേൽ ഭരണകൂടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊണ്ടിട്ടുള്ളത്. അതെ, ഈ ഒരു നിർദ്ദേശം വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ അടിമകൾ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ അടിമകളായിരിക്കുകയാണെന്ന്. അടിമകളുടെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും വലിയ അടിമയായിരിക്കും ഒരു പക്ഷേ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒരു മത അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പരമോന്നത നേതാവാണ് എല്ലാം എന്ന് പറയുന്നു. ആ പരമോന്നത നേതാവിന്റെ വാക്കുകൾ അതേപടി കേൾക്കുന്ന പെസഷ്കിയാനെ പോലെയുള്ള ഒരു പ്രസിഡന്റ് വരുന്ന സമയത്ത് ഈ പ്രസിഡന്റിനെ പോലും ഒരു പാവക്കുട്ടി പോലെ ആയി നിൽക്കുകയാണല്ലോ. സത്യത്തിൽ ഈ ജനത ഇവർക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഘട്ടം അടുത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അവരെ കൊണ്ട് കഴിയുമോ? അതൊരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണോ ഇറാൻ ജനത? ഇല്ല, ജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഒരു ജനത തെരുവിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭരണകൂടത്തിനും ഒരു ആയുധത്തിനും അവരുടെ മുമ്പിൽ ഒന്നുമല്ല. അത് വലിയൊരു മഹാശക്തിയാണ്. അത്തരം ഒരു മഹാശക്തി തെരുവിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എല്ലാ ഭരണകൂടങ്ങളും ചിന്തിക്കുന്നത്. മുമ്പ് തിയാനൻമെൻ സ്ക്വയർ നമുക്ക് ഓർമ്മയുണ്ട്. വിദ്യാർത്ഥി ഇറങ്ങിയ സമയത്ത് അവർ ബ്രൂട്ടലി എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നളഞ്ഞു. അത്തരത്തിലൊരു രീതിയിലൊന്നും പെരുമാറാൻ കഴിയില്ല. ചൈന പോലെ മറ്റു രാജ്യങ്ങൾക്ക് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഏതാണ്ട് പരിഷ്കൃതമാണ്. ഇതുപോലുള്ള ഏതാണ്ട് ചില ഇസ്ലാമിക രാജ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും പരിഷ്കൃതമായി മുന്നോട്ട് പോകുന്നവരാണ്. രാജ്യത്തെ ജനങ്ങളുടെ വെൽഫെയറും രാജ്യത്തിന്റെ വികസനവും ആഗ്രഹിക്കുന്നവരാണ്. ഈ ഗ്ലോബൽ രംഗത്ത് ഒരു നല്ലൊരു പേരുണ്ടാക്കുന്നത് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് മിക്കവാറും എല്ലാം തന്നെ. ഇവർ എക്സംഷനാണ്. ഈ ഇസ്ലാമിക കൺട്രീസ് ചിലതൊക്കെ എക്സംഷനാണ്. എന്നാൽ അറബ് കൺട്രീസ് അങ്ങനെയല്ല. അവർ വേറെ തരത്തിലാണ് അവരുടെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ കൊടുക്കുന്ന മുന്നറിയിപ്പ്, അതായത് നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നിങ്ങളുടെ ഭരണകൂടത്തിൽ ഉണ്ടാവുന്നത് എന്ന് ജനതയോട് അപ്പുറത്തെ ശത്രുരാജ്യം പറയുമ്പോൾ ഒരു പരിധിവരെ അവർക്ക് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, മകൻ ചത്താലും വേണ്ടില്ല മരുമകളെ കണ്ണീര് കണ്ടാൽ മതി എന്ന് നമ്മളൊരു ചൊല്ലുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ഒരു ഡയലോഗ് ഇന്ന് വീഡിയോ മെസ്സേജിൽ
അദ്ദേഹം അവിടുത്തെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളുടെ രാജ്യം ബിൽഡപ്പ് ചെയ്യുന്നതിന് പകരം ഇസ്രായേലിനെ നശിപ്പിക്കാനാണ് നിങ്ങളുടെ ഭരണകൂടം ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അല്ലേ സ്വയം നന്നാവേണ്ടത്. ഇപ്പോൾ നമ്മുടെ രാജ്യം നന്നാവണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിന് പകരം നമുക്ക് മറ്റവനെ നശിപ്പിക്കാം എന്നൊരു തീരുമാനങ്ങളെ ഭരണകൂടം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പുല്ല് വിലയല്ലേ തരുന്നുള്ളൂ അവിടുത്തെ ജനതയ്ക്ക്. അപ്പോൾ ജനതയെ എന്താണ് പരിഗണിക്കാതെ മറ്റെന്തെങ്കിലും താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഭരണകൂടത്തെ നിങ്ങൾ തള്ളി പറയണം, ആ ഭരണകൂടത്തിനെ പ്രതികരിക്കണം എന്നാണ് ഇദ്ദേഹം നൽകുന്ന സന്ദേശം. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ ഈ ട്രംപിന്റെ അധികാരം ഏൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ജനുവരി 20-ാം തീയതിയോടുകൂടി ട്രംപ് അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ നിയുക്ത പ്രസിഡന്റായി ട്രംപ് അങ്ങനെ വാഴുകയാണ്. ഈ ഘട്ടത്തിൽ ഈ നെതന്യാഹുവിന് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ആ ഊർജ്ജമൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ഈ പറയുന്ന വീഡിയോ ട്വീറ്റിൽ നമ്മൾ കാണുന്നതും. ഒപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പേജർ അറ്റാക്ക് ഞാൻ തന്നെയാണ് എന്ന് പറയാനുള്ള കാര്യവും ഒക്കെ തന്നെ ആ ഒരു ഊർജ്ജമാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഉറപ്പായിട്ടും 100%. കാരണം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പും ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൻ ഭൂരിപക്ഷം തെരഞ്ഞെടുക്കപ്പെടുന്നതെല്ലാം തന്നെ ഒരു പരിധിവരെ ലോകം ആഗ്രഹിച്ചിരുന്നതാണ്. അതിന് ആഗ്രഹിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില ഈ അസ്വസ്ഥതകളാണ്. പ്രത്യേകിച്ചും റാഡിക്കൽ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായിട്ടുള്ള ത്രെട്ട് പല രാജ്യങ്ങൾക്കുണ്ട്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്ക് ഭീഷണിയുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരു മോചനം കൃത്യമായിട്ട് എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ ട്രംപ് അധികാരത്തിൽ ഏറിയിട്ടില്ല, ഇനി ദിവസങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു, ആൾമോസ്റ്റ് തെരഞ്ഞെടുപ്പ് ഔപചാരികമായിട്ടില്ലെന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കേണ്ടവരെ അദ്ദേഹം ഓരോരുത്തരെ തിരഞ്ഞെടുത്തു. ഇന്നും 3-4 ആളുകളെ അദ്ദേഹം തന്റെ ക്യാബിനറ്റിലേക്ക് അല്ലെങ്കിൽ UN-ലേക്ക് പ്രതികളായിട്ട് തെരഞ്ഞെടുത്തു. ഇവരെല്ലാം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ നമ്മൾ അവരുടെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഈ ടെററിസത്തെ, അതായത് ഈ ഇസ്ലാമിക് ടെററിസത്തെ ശക്തമായി എതിർക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾ വരുമ്പോൾ ഈ നമ്മുടെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പക്ഷത്ത് നിന്ന് പറയാൻ ആളുണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ഖണ്ഡിക്കാൻ അവർ കഴിയിച്ചു. ഈ ഇപ്പം US സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞിട്ടല്ലേ നേരത്തെ US ഗവൺമെന്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്, നിങ്ങളുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും വേണ്ടതില്ല, കാരണം നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ ജനത്തിന്റെ സമാധാനത്തിലാണ് എന്നൊരു തീരുമാനം ഈ സ്റ്റേറ്റ് സെക്രട്ടറി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രംപ് അതിനനുസരിച്ചായി തീരുമാനം എടുക്കുക. അതായത് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് മുമ്പ് തന്നെ തന്റെ മുന്നിൽ നിര തയ്യാറാക്കുകയാണ്. ആ നിര എന്ന് പറയുന്നത് ട്രംപിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പുറത്ത് ഈ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. അവര് കടന്നിട്ടേ ട്രംപിലേക്ക് എത്താൻ കഴിയുള്ളൂ, ഇപ്പം ഏത് വിഷയത്തിലെടുത്താൽ പോലും. ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ഊർജം തന്നെയാണ് ശ്രീ സൂചിപ്പിച്ചതുപോലെ. കാരണം ഇനി എടുക്കാൻ പോകുന്ന നടപടികളിൽ അമേരിക്ക 100% പിന്തുണ കൊടുക്കും. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ തന്നെ വളരെ വലിയ അറ്റാക്ക് ഇറാനിന് എതിരെ ഈ ഇസ്രായേൽ നടത്തിയേക്കും. ചിലപ്പോൾ അതിനുകൂടെയുള്ള ഒരു മുന്നറിയിപ്പ് ആയിരിക്കാമല്ലേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അങ്ങനെ കാണുക. കാരണം വെച്ചാല് നമ്മള് പ്രസിഡൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് ഗാസയുമായി യുദ്ധം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം പലസ്തീൻ ജനതയ്ക്ക് ഇതുപോലെ വീഡിയോ മെസ്സേജ് കൊടുത്തിരുന്നു. ഇംഗ്ലീഷിലും അല്ല അറബിയിലും ഒക്കെ മെസ്സേജ് കൊടുത്തിരുന്നു. ആ മെസ്സേജിന് ശേഷമാണ് ഏറ്റവും കടുത്ത ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഗാസയിലെ ഹോസ്പിറ്റലിലേക്ക് ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കൃത്യ കാര്യമായിരുന്നു, ഇത് ശരിക്കുള്ള ഹോസ്പിറ്റലല്ല, ഇത് ഈ പറഞ്ഞ ഒരു വേഗമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, അതിന്റെ താഴെ ആയുധശേഖരങ്ങളാണ് പ്രധാനം. ഇനി നിങ്ങൾ അങ്ങനെ ആശുപത്രിയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പൊക്കോളൂ, ഞങ്ങൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഏതാനും മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ ആക്രമണം നടക്കുക. ഇന്നും സമാനമായ ഒരു മുന്നറിയിപ്പ് ഗാസയിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ഗാസയിലെ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസുകൾ മുമ്പ് കേന്ദ്രമാക്കി വെച്ച ഇടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തരിശുഭൂമിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ആ ഒരു ഭാഗവും കൂടി ഇസ്രായേലിനൊപ്പം ചേർക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. അത് ഇസ്രായേലിനൊപ്പം ചേർക്കും എന്നുള്ളതല്ല, അതിവിടെ വളരെ രസകരമായ ഒരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത്. കാരണം ഇവരിപ്പോ പിടിച്ചെടുത്ത സ്ഥലമുണ്ടല്ലോ, അതായത് ഇപ്പോ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സ്ഥലം, അത് ഒരു ഓപ്പൺ ജയിലായി മാറുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകുമ്പോൾ. അത് കൃത്യമായിട്ട് അതിന്റെ ഒരു പ്ലാന് പ്രഖ്യാപിച്ചത്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്, ഈ യുദ്ധാനന്തര ഗാസ എന്നുള്ള രൂപത്തിലാണ് അവരതിനെ കാണുന്നത്. ഒരിക്കലും അത് ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യുന്നില്ല, അത് ഇസ്രായേലിന് താല്പര്യമില്ല, അത് തുടക്കത്തിലും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഏരിയയെ 5 പ്രവിശ്യകളാക്കി മാറ്റി. ഈ പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇവർ ഒഴിഞ്ഞുപോയ സ്ഥലങ്ങൾ: റഫ, ഖാൻ, യൂനിസ്, അൽബലാഹ്, ഗാസ സിറ്റി, പിന്നൊന്ന് ഏരിയ 710 എന്ന് പറയുന്ന ഇങ്ങനെ 5 ഏരിയകളായിട്ട് സ്ഥാനത്ത് ഇവര് ഭാവി പദ്ധതിയാണ്.
ഇതില് ഓരോ പ്രവിശ്യകളുടെ ഇടയിൽ ഒരു 100 മീറ്റർ നിയന്ത്രണ രേഖ ഉണ്ടാവും. മനസ്സിലായി? അതായത് ഇപ്പോ ഗാസ സിറ്റിയിൽ നിന്നും അൽബലാഹിലേക്ക് നേരിട്ട് കടക്കാൻ പറ്റില്ല. ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു 100 മീറ്റർ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണ രേഖയാണ്. അവിടെ IDF-ന്റെ സോൾജേഴ്സ് ഉണ്ടാവും. അവരുടെ നിയന്ത്രണം, അവർ ഇവിടുന്ന് ഇവരെ പെർമിഷൻ വാങ്ങി അപ്പുറത്തെ പ്രവിശ്യ കടക്കാൻ കഴിയും. പിന്നൊന്ന്, ഈ പലസ്തീനക്ക് മീൻ പിടിക്കാൻ പോകാനായിട്ട് കടലിൽ ഒരു 6 നോട്ടിക്കൽ മൈൽ ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഈ 6 നോട്ടിക്കൽ മൈലിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാം? മീൻ പിടിക്കാം, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചെയ്യാം. മാത്രമല്ല ഇവർക്കൊരു ട്രാക്കിംഗ് കാർഡ് കൊടുക്കും അവിടെ താമസിക്കുന്നവർക്കെല്ലാം തന്നെ. അത് GPS ഘടിപ്പിച്ചതായിരിക്കും. ഇവരുടെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ മോണിറ്റർ ചെയ്യും. മാത്രമല്ല കെട്ടിടങ്ങൾ, അത് വീടുകളായാലും അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായി ഇവർ രൂപരേഖ കൊടുക്കും, എങ്ങനെ വേണമെന്നുള്ള ആ രൂപത്തിൽ നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഓരോ പ്രവിശ്യയിലും ഓരോ മസ്ജിദ് മാത്രം. അതായത് 4 പ്രവിശ്യയിൽ 4 ഒന്നാം നടന്നത് 5 ഒന്നാം നടന്ന കടലാണ് ഈ മീൻ പിടിക്കാനുള്ള ഏരിയ. ബാക്കി 4 ലാൻഡ് പ്രവിശ്യയിൽ 4 മസ്ജിദ് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ, ഓരോന്ന് വിധം. നേരത്തെ അവിടെ 600 ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്യത്യാസം നോക്കണം. എന്തുകൊണ്ടാണ് ഈ മസ്ജിദുകളുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യം? മസ്ജിദുകൾ പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഈ ആയുധ ശേഖരണത്തിന്റെയും ഈ തീവ്രവാദങ്ങളുടെ ഒരു അടിസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നിയന്ത്രണം കൊണ്ടുവന്നത്. പിന്നെ ഇസ്രായേലിൽ താമസിക്കുന്ന അറബികൾക്കും ചില നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റ കുട്ടിയെ പാടും, ദമ്പതികൾക്ക് ഒരു കുട്ടി. രണ്ടാമത്തെ കുട്ടി വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മുൻകൂറായി ടാക്സ് അടയ്ക്കണം, ഗവൺമെന്റ് ടാക്സ് അടയ്ക്കണം. അത് പിന്നീട് ഗവൺമെന്റ് തീരുമാനിക്കും എത്രയാണ് ടാക്സ്. ചൈനയിൽ വന്ന പോലെ ഏതാണ്ട് അതുപോലെ. ഇത് കുറച്ചുകൂടെ കർക്കശമാണ്. ടാക്സ് അടച്ചതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് ആലോചിക്കാം. ഇനി രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ സർക്കാർ സബ്സിഡി കൊടുക്കും. വെറുതെ അല്ല, ചൈന അത് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നികുതി തിരിച്ച് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ 2 or 3 കുട്ടികളായിക്കോട്ടെ, പക്ഷെ അതിന് നിങ്ങൾ നികുതി തരണം, അതനുസരിച്ച് നമ്മൾ സബ്സിഡി തരും. അപ്പൊ ഈ സബ്സിഡിയിൽ വേറൊരു ചതിയും കൂടിയുണ്ട്. സബ്സിഡി തരുന്നതോടുകൂടി കൃത്യമായിട്ട് സർക്കാരിന്റെ കുട്ടിയായിട്ട് മാറാൻ ഈ കുട്ടി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ എഡ്യൂക്കേഷനിലും മറ്റേലും മറിച്ചാലും എല്ലാം കൃത്യമായിട്ട് ഗവൺമെന്റ് നിയന്ത്രണം അക്കാര്യത്തിലുണ്ടാവും. സ്വാഭാവികമായി സയൻസിലായിരിക്കും ഇനി ചേരേണ്ടതെന്ന് ആയിരിക്കാം. പിന്നെ അതുപോലെ ഈ അറബികൾ നിയന്ത്രിക്കുന്ന ഭരണം നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി, ഗ്യാസ്, ഇന്ധനം, ഭക്ഷണം ഇതെല്ലാം ഇസ്രായേൽ വഴി മാത്രമേ കൊടുക്കത്തുള്ളൂ. ത്രൂ ഇസ്രായേലാണ്, നേരിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ആശുപത്രികൾ ഗാസ സിറ്റിയിൽ മാത്രം, മറ്റു സ്ഥലത്തും ആശുപത്രികളില്ല. ഇങ്ങനെ ഒരു വലിയൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു തുറന്ന ജയിലായിട്ട് ഈ ഗാസ മാറുന്നു. ഒരാൾക്ക് പോലും ഇവരുടെ നിയന്ത്രണങ്ങൾക്ക് പുറത്തു നിന്ന് പെരുമാറാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഒരൊറ്റ തീവ്രവാദി പോലും ഇനി ഗാസയിൽ ജനിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിന്നെ അതുപോലെ സാറ്റലൈറ്റ് ഫോൺ, ആയുധം, ഈ വക സാധനങ്ങളൊന്നും അനുവദിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഭാഗം അവർ നിയന്ത്രിക്കുക. അതായത് നിങ്ങളുടെ ഗർഭത്തിന് പോലും നിങ്ങൾ പെർമിറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ആണ് ഗാസയിൽ ഇസ്രായേൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇനി അറിഞ്ഞ് തുനിഞ്ഞിറങ്ങി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ സാർ? ഇത് ഇനി ഒരു മാറ്റം, അതായത് ഒരു തരത്തിലും, അതായത് ആദ്യം മുതലേ പറയുന്നുണ്ട് നെതന്യാഹു ഈ തീവ്രവാദം എന്ന ആശയത്തെ വേരോടെ പിഴുതെറിയുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഗാസ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. ഇനി ഒരു കണക്കിന്, അതായത് ഈ നെതന്യാഹുവിന്റെ തലമുറകൾക്ക്, അതായത് ഇസ്രായേലിലെ ജൂതന്മാരുടെ തലമുറകൾക്ക് ഇനിയെങ്കിലും സമാധാനത്തിൽ ഉറങ്ങണം എന്നതിന്റെ കൂടി ഒരു മുന്നോടിയായി തന്നെയല്ലേ ഈ നീക്കങ്ങൾ ഉണ്ടാകുന്നത്? ആണല്ല, ഒരു ജനത നിലനിൽപ്പിന് വേണ്ടി എത്ര കാലം പോരാടണം? ഇതിന്റെ ലിമിറ്റ് ഇല്ലേ? ഏതെങ്കിലും ഒരു സമയത്ത് അതിന്റെ ഒരു എന്താണ് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായാലേ മതിയാവും. പല രാജ്യങ്ങളിലായിട്ട് ഭിന്നിച്ചു കിടന്ന് നിരന്തരമായി യുദ്ധം ചെയ്ത്, ഇത് എന്തിനു വേണ്ടിയിട്ട്? ആരെയും തർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലരോടും പോരാടി യുദ്ധം ചെയ്ത് അവർക്ക് അവസാനം ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിൽമെന്റ് പോലെ ഒരു പ്രദേശത്ത് ഒരു രാജ്യം ഉണ്ടാക്കി അവിടെ എല്ലാവരും അവിടെ ഒത്തുകൂടുന്നു. നമ്മുടെ കൊച്ചിയിലുള്ളവരൊക്കെ തിരിച്ചു പോയി എല്ലാവരും ഇസ്രായേൽ ഒത്തുകൂടുന്നു. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയൊക്കെ അവർ കൂടുതൽ പ്രയോഗിക്കുന്നത് ആ രാജ്യത്തെ കൂടുതൽ വളർത്താനും കൂടുതൽ സാമ്പത്തികം മുന്നേറാനും ശ്രമിക്കുന്നത്. അല്ലാതെ ഈ സാധാരണ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ അവനെ അടിച്ച് അവന്റെ വർഗ്ഗങ്ങളെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഇസ്രായേൽ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ എക്കാലത്തും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷേ ഇപ്പോഴും നറേറ്റീവ് വരുന്നത് എങ്ങനെ? അതായത് തിരിച്ചാണ്. ഇസ്രായേൽ വലിയ ക്രൂര രാഷ്ട്രമുണ്ട്. നമ്മുടെ സഹാക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സയണിസ്റ്റുകളാണെന്നൊക്കെ. എന്ത് പൊട്ടത്തനാണ് പറഞ്ഞതെന്നറിയില്ല. സയണിസ്റ്റ് എന്നൊക്കെ വലിയ ഭീകരന്മാരെ പറയും പോലെയാണ്. പക്ഷെ അവർ ടെററിസ്റ്റ് ഒന്നും ഒരിക്കലും പറയില്ല, അവരെ പോരാളികളെന്നും പറയും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തന്നെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു ജനതയ്ക്കൊപ്പമാണ് എപ്പോഴും പ്രോഗ്രസീവ് സമൂഹം നിൽക്കേണ്ടത്. അല്ലാതെ 6ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത നിയമം നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടല്ല വാദിക്കേണ്ടത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നല്ലേ? അതെ, തീർച്ചയായും.